ആഹാ, എന്തായാലും മുടിയിൽ ഏർക്കെട്ട് വെട്ടിയത് കാര്യമായി. ഇന്ന് ഇവിടുത്തെ സ്റ്റാർ ഞാനാണ്. ഷോ, ഈ മുടിയുടെ ഒരു കാര്യം, അവിടെ ഇരിക്കും മുടി. ഈശ്വരാ, ക്യാമറ ചേട്ടന്മാരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കണേ. എന്നിട്ട് അവരത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഞാനൊരു വൈറൽ സ്റ്റാർ ആവണം. പിന്നെ ഉദ്ഘാടനങ്ങളായി, ഫാൻസായി. ഷോ, എനിക്ക് എന്നെപ്പറ്റി ഓർക്കാൻ പോലും വയ്യ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ അമ്മൂമ്മയോട് മിണ്ടുന്നില്ല. ഏത് അമ്മൂമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല, നീ മിണ്ടിക്ക് ഓടി ഇടുന്നു. ഈശ്വര, ഇതൊക്കെ എന്നെ സൂം ചെയ്താ ചേട്ടന്മാരെടുക്കുന്നുണ്ടായിരിക്കണേ. ശോ, അവര് നോക്കിയാലോ. എന്നെ അല്ലേ എടുക്കുന്നത്? എന്നെ അല്ലാത്ത ഈ കുരുട്ടപ്പഴ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇതിനെ തന്നെ ഈ കൊച്ചുപിള്ളേറെ കൂട്ടനസ് ഇടാതെ എൻ്റെ കൂട്ടനസ് ഇട് ചേട്ടൻ പറഞ്ഞൊരു കാര്യം. അപ്പുറത്തെ കാണാൻ മാറിയിരുന്നാൽ മതിയായിരുന്നു. കറക്റ്റായിട്ട് ഇവിടെ തന്നെ വന്ന് ഇരുന്നേം ചെയ്ത്. ഇനിയിപ്പോൾ എൻ്റെ വീട് എന്തായാലും എടുക്കത്തില്ല. ഇത്ര നേരം ക്യൂട്ട്നെസ് വരട്ടെ ഞാനാരെ. മുടി കെട്ടി വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ചൂടെടുത്തിട്ട് വയ്യ, ആരും നോക്കൊന്നുമില്ല. വെറുതെ പട്ടി ചോട്ട് പട്ടിയാവുന്നല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാം കാറ്റത്തഴിച്ചോട്ടെ പട്ടം പോലെ എങ്ങോട്ടൊക്കെയോ പോയി. ഏതായി പിള്ളേർ നല്ല രസമുണ്ടല്ലോ കാണാൻ. എന്നെ അഴുതലും സുന്ദരിയാടെ. ആർഭാടം കുറച്ച് കൊടുക്കായോ? കല്യാണത്തിന് ഇത്ര ആർഭാടം കാണും. ഞാനാണോ ലോകസുന്ദരി എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടും. നാണം കെട്ട്. ഞാൻ ചിരിച്ചല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖം ഇങ്ങനെ വന്നൊരു അസുഖമുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അസുഖമുള്ളതാണ്. എന്തൊരു പിള്ളേരിത്, ചിരിക്കത്ത പോലും ഇല്ല. അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതിൻ്റെ കൂടെ ഇവളും പറഞ്ഞ നോട്ടം. എന്നെ നോക്കി തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇവളുമാരെ ഞാനും നോക്കി ചിരിച്ചേനെ. അങ്ങോട്ട് നോക്കട്ടെ തൽക്കാലം. ഇതാണോ ചെറുക്കൻ? ചെറുക്കനെ കാണാൻ വലിയ മെനയില്ലല്ലോ. എൻ്റെ ചെറുക്കനെ കണ്ടോടാ. എൻ്റെ ചെറുക്കൻ സുന്ദരനായിരിക്കും. എല്ലാവരും ഒന്ന് നോക്കും. പിന്നല്ല. എന്തൊരു ബോറടിയാ ഇവിടെ. ഇതാരത്? ഇതാരാണ്? ഇവരെന്തിനാ എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നേ? ആരെങ്കിലും കാട്ടെ. ഇവരെന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇനി അങ്ങോട്ട് നോക്കണ്ട. നോക്കിയ ആരോഗ്യത്തിന് ഹാനികരമാണ്. കുറേ എണ്ണം അങ്ങനെ ഇറങ്ങിക്കോളും. പിന്നെ കുറ്റമായി, പറച്ചിലായി. നന്ദു ചേച്ചി, ഈ കൊച്ചെന്തോ മൈൻഡ് ചെയ്യാത്ത? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഒരിടത്ത് പരിചയമില്ലാത്തൊരു ചിരിക്കുന്നു, ഒരിടത്ത് പരിചയമുള്ളൊരു ചിരിക്കാതിരിക്കുന്നു. എന്തൊരു നാടട്ടെ. ഇതാണ് ആ പെണ്ണു, സുന്ദരി തന്നെ. ഇഷ്ടപ്പെട്ട്. പക്ഷേ എൻ്റെ അത്രയും വരത്തില്ല. സാരി എന്തോന്ന് ഗോൾഡ് കളറ്, ചുമന്ന കളറ് മതിയായിരുന്നു. അതാണ് ട്രെൻഡ്. മുടി എന്തോ കൊണ്ടായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ താഴോട്ടിട്ടായിരുന്നു. അതാണ് സ്റ്റൈല്. എൻ്റെ കല്യാണത്തിന് കണ്ടോണം ഞാനൊരു പൊളിക്ക്. അപ്പം എല്ലാവരും എന്നെ നോക്കി നിൽക്കും. അല്ല, ഈ ചെറുക്കനും പെണ്ണും അറേഞ്ച്ഡ് മാരേജ് ആണെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണോ ചെറുക്കൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത പെണ്ണിനെ കണ്ടിട്ട്? പക്ഷെ എന്തോ ഒരു കള്ളത്തരം എവിടെയോ മണക്കുന്നുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ചെറുക്കൻ പെണ്ണിന് കൈ കൊടുക്കണം. സംഭവം മനസ്സിലായി. അറേഞ്ച് മാരേജ് എന്നും പറഞ്ഞാൽ ലവ് മാരേജ് അങ്ങ് നടത്തുവാം. നടക്കട്ടെ. ഇതെന്തോന്ന്? ഇവരുടെ പിന്നാമ്പറം കാണാനാണ് ഞാൻ ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നത്. ഇവർക്കൊരു സാമാന്യ ബോധമില്ല. ആൾക്കാർ കാണാനിരിപ്പുണ്ടെന്ന് അവരുടെ മുന്നിൽ കയറി തിരിഞ്ഞങ്ങ് നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്തോന്ന് കാണാനാണ്? ഒരു പൊടിക്കയിൽ മാറി നിന്നൂടെ? ഈ ചെറുക്കൻ എന്തോന്ന് എന്നെ നോക്കുന്നത്? എന്നെയാണോ നോക്കുന്നത്? എന്തായാലും ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കാം. ചിലപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് ഞാൻ വൈറലായാലോ. ഈ ചെറുക്കൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ സ്വപ്നങ്ങളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. വൈറലാവണം, ഇനോഗ്രേഷന് പോകണം, റീൽസ്, ഫാൻസ്. ഞാനൊരു സംഭവമാവും. എനിക്ക് വയ്യ. എന്തായാലും ഞാൻ ഒരു പൊള്ളിക്കും. അല്ലെങ്കിൽ ഞാനൊരു സുന്ദരിയാണല്ലോ. സൗന്ദര്യം എനിക്ക് എന്നും ഒരു ശാപം. എന്താ ചെയ്യാൻ എന്നെ കൊണ്ട് തന്നെ. കുഴപ്പമില്ല. ഈ ചെറുക്കനേതാ? ഇവർക്ക് ഈ ചെറുക്കന്മാരെയൊക്കെ പിടിച്ചിട്ട് കൂടെ അങ്ങനെ കുറേ കുരുട്ടുകൾ. കല്യാണം കഴിഞ്ഞാൽ പൂവൊക്കെ വരെ എറിയുന്നുണ്ടല്ലോ. കഴിഞ്ഞ് ഇനിയിപ്പോൾ ആഹാരം കഴിക്കാൻ പോകാം. നേരത്തെ പോയി സീറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ തള്ളു കൊണ്ട് ചാവും. എല്ലാവരും പോയി തുടങ്ങിയോ? ഇപ്പം എണീച്ച് പോയില്ലെങ്കിൽ ഇടി കൊണ്ട് ചാവും, ഉറപ്പാ. പതുക്കെ അങ്ങ് പോയേക്കാം. ഈ ചെറുക്കൻ എന്തിനാ വീഡിയോ നോക്കുന്നത്? ഇവരൊക്കെ ഓടിച്ചാടി എങ്ങോട്ടാണോ എന്തോ പോകുന്നത് അല്ലേടോ? കൊതിച്ചി പിള്ളേരെ പോലെ. എനിക്കങ്ങനൊന്നുമില്ല. കൾച്ചർലെസ് പീപ്പിൾ. ഞാൻ എന്തായാലും വിശപ്പൊന്നും, എനിക്ക് അങ്ങനെ വിശപ്പുള്ള ടീംസൊന്നും അല്ല. ആ ചെറുക്കോടെ പോയി. എന്തായാലും കിട്ടിയാൽ പിന്നെ എണീച്ച് പോവാം. വിശന്നിട്ട് വയ്ക്കാം. ഭാഗ്യം സീറ്റ് കിട്ടി. ഇല്ലായിരുന്നെങ്കിൽ എന്താ ചെയ്തേ? പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല. സീറ്റ് കിട്ടിയില്ല. അപ്പൂപ്പൻ അമ്മൂമ്മ. അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഇടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ എനിക്ക് സീറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ പിള്ളേർ, എനിക്ക് പരിചയമുള്ള ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും.
അമ്മയല്ലയോ അത്? ഹായ്, അവിടെ നിന്ന് എന്തൊക്കെയാ പറഞ്ഞേ? പഴുത്ത് അവിടെ നിന്നും എനിക്ക് സീറ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പം ആർക്കാ സീറ്റ് കിട്ടിയത്? ആഹാ, സന്തോഷമായി. അയ്യോ, അവിടെ എല്ലാം പിള്ളേർ സെക്ഷൻ അല്ലയോ? പക്ഷേ ഞാൻ അവിടെ പോയിരുന്നാൽ മതിയായിരുന്നു. ഇനി അപ്പൂപ്പന്മാരുടെ അമ്മമാരുടെ ഇടയ്ക്കായി പോയല്ലോ. പക്ഷെ അവിടെ പോയിരുന്നാലും ആ ചെറുക്കന്മാരൊക്കെ ഒന്ന് വായി നോക്കിയെങ്കിലും ചെയ്യായിരുന്നു. പതുക്കെ അങ്ങോട്ട് പോയാലോ? അവിടെ ചെന്ന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അയ്യോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നാണം കെട്ട് വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അതിലും ഭേദം വീട്ടിൽ തിന്നുന്നേ. ഉള്ളതാവട്ടെ, തിന്നാ പോരെ. ഇവർക്കൊക്കെ നാരങ്ങ കിട്ടിയോ? എനിക്ക് നാരങ്ങ ഇല്ലയോ? എനിക്ക് മാത്രം എന്തോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇവരോട് ചോദിച്ചാലോ നാരങ്ങ ഇല്ലയോ എന്ന്? ചേട്ടന്മാരോട് ചോദിക്കാറാണ്. ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം, കിട്ടിയാലോ. കാറ്റിറങ്ങനെ ചെറുക്കന്മാരില്ലയോ? പെണ്ണുങ്ങളാണോ? പക്ഷേ എന്തായാലും ചോദിച്ചിട്ടുള്ള കാര്യം, ചേട്ടൻ നാരങ്ങ എനിക്കല്ല ഈ അപ്പൂപ്പന് നാണക്കേടായോ? എന്തോന്ന് നാണക്കേട്? ഞാൻ 500 രൂപ കൊടുത്ത് വന്ന കല്യാണമല്ലയോ? അപ്പോൾ പിന്നെ ഞാൻ അതിനുള്ള കഴിക്കണ്ടേ? കഴിക്കാതെ പോയാൽ നാണക്കേടാ. അയാളുടെ നോട്ടം കണ്ടാലോ, അയാളുടെ പ്ലേറ്റ് കയറ്റ വരെ പോലെ. അപ്പുറത്തെ പന്തിയിൽ വിളമ്പാൻ പോകുന്ന പോക്കാണോ? അയ്യേ, ഇവർക്ക് എന്തോന്നാ? എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വിളമ്പിട്ട് റെഡി വന്നിട്ട് സ്റ്റാർട്ട് പറഞ്ഞിട്ട് തിന്നാൻ പോരായോ? നോക്കിക്കഴിഞ്ഞാൽ കൊതി വിട്ട് പണ്ടാരാണാകും. അച്ചാറൊക്കെ ഉണ്ടല്ലേ, കൊള്ളാം. ചിപ്സ് ഇതെടുത്ത് തിന്നു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാവുമല്ലോ. പിന്നെ എന്തോ നാണക്കേടാ? എൻ്റെ പ്ലേറ്റ് ഇരിക്കുന്നത് എൻ്റെ ചിപ്സ് അല്ലയോ? ഇതെടുത്ത് തിന്നാലോ? പക്ഷെ ആരും കാണാതെ തന്നെ, ഇല്ലെങ്കിൽ എൻ്റെ അന്തസ്സിന് അതൊരു കോട്ടം തട്ടും. ആ സൈഡിലിരിക്കുന്നവർ നോക്കരുത്, ഈ സൈഡിലിരിക്കുന്നവർ നോക്കരുത്. അവിടെ ഇരിക്കുന്നവരുമില്ല, ഇവിടെ ഇരിക്കുന്നവരുമില്ല. സന്തോഷം, മിഷൻ അക്കംപ്ലിഷ്ഡ്. പതുക്കെ ആരും അറിയാതെ തന്നെ, ആരും നോക്കുന്നില്ല, വേഗം തന്നെ. കൊള്ളാം, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ 2 എണ്ണം ഉണ്ടല്ലോ, എനിക്കെന്തോ 1 എണ്ണം. അയ്യോ, പല്ലിനടയിലിരിക്കുന്നു പണ്ടാരം. ഇതിന് വേറെ എവിടെയും കയറി ഇരിക്കാൻ സ്ഥലമില്ലയോ? സന്തോഷം എല്ലാം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും എൻ്റെ അച്ചാറല്ലേ, തൊട്ട് നക്കി നോക്കിയാലോ? ടേസ്റ്റ് കാണണം. ആരും ചുമ്മാ എൻ്റെ അച്ചാറല്ലേ, കണ്ടല്ലേ? നാണക്കേടായല്ലേ? ഇവരെന്തിനാ എൻ്റെ പോലെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അയ്യേ, ഞാൻ സൈഡ് നോക്കുകയേ ചെയ്യരുത്. ഇനി അവരെല്ലാവരോടും പറഞ്ഞ് പാട്ടാക്കും, ആ പച്ചെടുപ്പെട്ട കൊച്ച് നക്കി തിന്നു. പക്ഷേ ഇവർക്ക് ഈ സദ്യ മാറ്റിയിട്ട് ബിരിയാണി ആക്കിക്കൂടെ? എന്തായാലും ആരും കാണാതെ സ്റ്റൈലും തന്നെ, ആരും ഞാൻ ചവയ്ക്കുന്നത് കാണാതെ. എൻ്റെ പുഴുപ്പല്ലേ ഞാൻ മാത്രമേ കാണാൻ പാടുള്ളൂ. ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാരാണ്. പതുക്കെ ചവച്ച് വേണം തിന്നാൻ. ചവച്ച് തിന്നാലേ ജോളയും വരത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചവച്ചൊക്കെ തിന്നുന്നത്. അയ്യോ, ക്യാമറ ഇല്ലയോ? ഇതെന്തിനാ പൊക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? കാണാത്ത കണക്കിരിക്കാൻ, ചവച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ. ചോറിന് ഭയങ്കര മുറ്റ. ചവച്ചിട്ടും അങ്ങോട്ട് അരയുന്നില്ല. പോയോ? നാണമുണ്ടോ? തിന്നവർ അണ്ണാക്കിലോട്ട് ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വരും. എന്തായാലും എല്ലാവരും എണിച്ച് പോകുന്നതിന് മുന്നേ തിന്നിറക്കണം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് തിന്നേണ്ടി വരും. ഇതുവരെ എന്ത് പായസം കൊണ്ടുവരാത്ത? ഞാൻ മാത്രമേ ഉള്ളൂ തിന്ന് കയറുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോറ് വാങ്ങിച്ചു തന്നെ, ഞാൻ കുറച്ച് ചോറ് വാങ്ങിച്ചു തന്നത്തോളൂ. എന്തോന്ന് കടലപ്പായസോ? അയ്യേ, കടലപ്പായസം. ഇതൊക്കെ ഒരു പായസമാണോ? എനിക്ക് കടലയും വേണ്ട, കുടലയും വേണ്ട. ഇവർക്ക് പാൽപ്പായസമോ MS അല്ലയോ അടപ്രഥമനോ എന്തെങ്കിലും ഉണ്ടായിക്കൂടെ? എനിക്ക് എന്തായാലും ഇത് വേണ്ട. പാൽപ്പായസമോ അടപ്രഥമനോ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. കുറേ ചെറിയ ടേസ്റ്റൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് വേണ്ട. പക്ഷെ ഇനി എപ്പോൾ കൊണ്ടുവരാമെന്നോ എന്തോ അടുത്ത പായസം വരുന്നവരെ ഞാൻ കാത്തിരിക്കും. ഇവർക്ക് എണിച്ച് പോവാന്നോ? അപ്പം അടുത്ത പായസം ഇല്ലേ? ഈ ഒരു പായസമേ ഉള്ളോ? പായസം ഇല്ലെങ്കിൽ വേണ്ട. മോര് വാങ്ങിച്ചു കുടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. അതിനാണ് ഞാൻ വെള്ളം വാങ്ങിക്കാതെ ഗ്ലാസ് കാലിയാക്കി വെച്ചേക്കുന്നത്. ഇനി മോര് കൊണ്ടുവരെ എത്ര നേരം കാത്തിരിക്കണം? എൻ്റെ കൈ ഉണങ്ങും, എൻ്റെ കല്യാണം താമസിക്കും. ചേട്ടാ മോരുണ്ടോ ചേട്ടാ? പക്ഷെ മോരിരുന്ന്. അയ്യോ, എൻ്റെ ഗ്ലാസ്. സാരമില്ല, എൻ്റെ ഗ്ലാസ് ആരും നോക്കട്ടെ, എൻ്റെ ഗ്ലാസ്. കുഴപ്പമില്ല. ഇനിയപ്പോൾ പതുക്കെ ഇങ്ങോട്ട് എണ്ണിക്കയില്ലേ? പതുക്കെ ഇങ്ങോട്ട് എണ്ണിക്കും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എണ്ണിച്ച് പോകണോ? ഈ പഴവും നാരങ്ങ അമ്മ വാ നിർത്തില്ലയോ? കളിയാക്കണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് എടുത്തോണ്ടോ? എല്ലാവരും എണിക്കുന്നവർ ഇവിടെ കാത്തിരിക്കാൻ.